ക്ഷണിച്ചിട്ടുണ്ട്. വേദിയിലും പുറത്തുമുള്ള എല്ലാവരും നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരുടെയും പേര് എടുത്ത് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗത ഭാഷണം നടത്തുകയാണ് എന്നിൽ അർപ്പിച്ച കർത്തവ്യം. ഇവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങ് MESൻ്റെ കണ്ണൂർ ജില്ലയുടെ 50ാം വാർഷിക ചടങ്ങാണ്. പോലീസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം കഴിയുന്നതും ആൾക്കാരെ കുറക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പരിപാടി കുറഞ്ഞ ആൾക്കാർ, ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്രയും വലിയ ഹാളിൽ കുറഞ്ഞ ആൾക്കാർ എന്താ എന്നുള്ളൊരു സംശയം തോന്നണ്ട. കാരണം ഞങ്ങൾ തന്നെ മനഃപൂർവ്വം ആളെ കുറച്ചതാണ്. കാരണം നമ്മൾ സ്വയം അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു കോൺസിക്വൻസസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച്, എന്തായാലും ഇത്രയും ആൾക്കാർ എത്തിയതിൽ ഇവിടെ എത്തിയിട്ടുള്ള
എല്ലാവർക്കും MESൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആദ്യമായി സ്വാഗതം അർപ്പിക്കുകയാണ്. എല്ലാവരും MESനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നിയർലി 2 കോടി ഉറുപ്പികയോളം നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിലും അല്ലാതെയും ഇവിടെ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതേപ്പറ്റിയൊന്നും നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ കഴിഞ്ഞ 50 വർഷക്കാലം നല്ലൊരു കാലഘട്ടമാണ് ഞങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത്. 64 MES രൂപീകരിച്ചെങ്കിലും 70-72 കാലഘട്ടത്തിൽ നമ്മൾ കണ്ണൂർ ജില്ലാ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ലീഡേഴ്സ് എല്ലാം സംസ്ഥാന തലത്തിലും അറിയപ്പെടുന്ന ലീഡേഴ്സൊക്കെ ആയിരുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ സെക്രട്ടറിയായ കാലഘട്ടത്താണ് നമ്മൾക്കൊരു പരിധിവരെ കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായത്. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രസ്റ്റീജ് സ്ഥാപനമായ MES കോളേജ് സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകി ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആണെന്ന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. മേഖലകളിലും പ്രവർത്തിക്കുന്ന MESൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് ഒരു സ്കൂൾ സ്ഥാപിച്ചു, രാജാ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം MESൻ്റെ രണ്ടാമത്തെ സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കുന്നത് ഇവിടെയാണ്. അതിൽ മൺമറഞ്ഞ കാലിദാജി, ഉസ്മാൻകുട്ടിയാജി തുടങ്ങിയവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ആ സ്കൂളുകൾ, അവരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഉസ്മാൻകുട്ടിയുടെ അല്ല കാലിദാജിയുടെ മകൻ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഭകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നമ്മൾ കൂത്തുപറമ്പിൽ കോളേജ് സ്ഥാപിച്ചു. കേരളത്തിൽ മുഴുവനും കോളേജുകളും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ വലിയ ഒരു പുരോഗതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ നവോത്ഥാന നായകന്മാരാരാണെന്ന് മാഡം കൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ കൂടെ നടക്കുന്നവർ പലരും നവോത്ഥാന നായകന്മാരൊന്നുമില്ല. നവോത്ഥാന നായകന്മാരൊക്കെ ഞങ്ങളാണ്. ഇപ്പോൾ പലരും നവോത്ഥാനത്തിന് നേതാക്കന്മാരെ ഇതൊക്കെ പോയിട്ട് നടക്കണതാണ്. ഞാൻ ആൾക്കാരെ പറയുന്നില്ല, പക്ഷേ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ നവോത്ഥാനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത്. അതേതായാലും ചർച്ച വിഷയമാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ജസ്റ്റ് യാദൃശ്യമായി പത്രമൊക്കെ വായിക്കുമ്പോൾ മാഡമൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ MES വഹിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ആദ്യകാല നേതാക്കന്മാരുടെ പേരാണ് ഞാനവിടെ പറഞ്ഞത്. ഈവൻ ഇപ്പോൾ കൂടി നമ്മളീ പറഞ്ഞത് സെക്കുലർ കാഴ്ചപ്പാടാണ്. നമ്മുടെ തലശ്ശേരിയിലെ സ്കൂളിലെ പ്രിൻസിപ്പൾ വരെ, നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ വരെ അമുസ്ലിമായിട്ടുള്ള ആൾക്കാർ. ഇന്ന ജാതി മതമൊന്നുമല്ല, അതിലെ മെറിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. മറ്റുള്ള സാമുദായിക സംഘടനകളൊന്നും അങ്ങനെ അല്ല എന്നുകൂടെ ഞാൻ തർപ്പിച്ച് പറയും. ഇത്തരം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ മുരളീധരനും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഇപ്പോൾ മലബാർ പ്രദേശത്തൊക്കെ എല്ലാ സമുദായങ്ങളുടെയും പെൺകുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം, ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തറവാട് കണ്ണൂരാണ്. എൻ്റെ അമ്മയുടെ തറവാട്ടിൽ എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഡിഗ്രി പാസ്സാവുന്നത്. അമ്മയുടെ മൂത്ത സഹോദരി വിദ്യാലയത്തിൽ പോയിട്ടില്ല. അമ്മയും അമ്മയ്ക്ക് തൊട്ട് മുമ്പുള്ള അമ്മയുടെ സഹോദരിമാരൊക്കെയാണ്. അതും അമ്മയുടെ അമ്മാവനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അമ്മയുടെ അച്ഛന് അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ അമ്മാവനാണ് മരുമക്കളെയൊക്കെ അന്ന് കോളേജിൽ അയച്ച് വിദ്യാഭ്യാസം നടത്തി. ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല, മലബാർ പ്രദേശത്തൊക്കെ നായർ തറവാടുകളിലും മുൻപ് കാലങ്ങളിൽ സ്ത്രീകളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിദ്യാലയങ്ങൾ അയച്ചിരുന്നില്ല. അയച്ചാൽ തന്നെ കയറി വന്നാൽ 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ. ഭർത്താക്കന്മാരൊക്കെ കോളേജ് പ്രൊഫസറും ലെക്ചറൊക്കെ ആയിരിക്കും. പക്ഷേ ഭാര്യമാർ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് കഴിഞ്ഞ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പ്രസവം, മറുഭാഗത്ത് പാചകം. ഈ രണ്ടുമായി ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായി. ആ കാലത്താണ് MES രംഗത്ത് വരികയും
പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കോളേജുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യും. ഇവിടെ ഫസൽ ഗഫൂറിൻ്റെ പിതാവ് അദ്ദേഹമാണ് ഈ MES രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അന്ന് ഇത് ആരംഭിച്ച കാലത്ത് അതുകൊണ്ട് ഇപ്പൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാം ആ സ്ഥാപിച്ച കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ ഇപ്പം പ്രസംഗിക്കാം. പക്ഷേ അന്ന് അങ്ങനെയായിരുന്നില്ല സ്ഥിതി. അന്ന് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു. MESൻ്റെ വരവിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ അക്കാലത്ത് മാധ്യമങ്ങളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അക്കാലത്ത് ഇങ്ങനെ ചാനലുകളുടെ ബഹളം ഉണ്ടായിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസവും 9 മണിക്ക് ചർച്ച MES രൂപീകരണത്തിനെ കുറിച്ചാകുമായിരുന്നു. ഭാഗ്യത്തിന് അത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ പത്രങ്ങളിലൊക്കെ അന്ന് അത്യാവശ്യം കാർട്ടൂണുകളൊക്കെ വന്ന ഓർമ്മ എനിക്കുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പത്രം ഉണ്ടായിരുന്നു, തനിനിറം പത്രം. ആ തനിനിറം പത്രം, അതായത് ഈ കലാനിലയം നാളെ ട്രൂപ്പിൻ്റെ അതിൻ്റെ ഹെഡായിരുന്ന കലാനിലയം കൃഷ്ണൻ നായർ നടത്തിയ പത്രമാണ് തനിനിറം. ഒരു സാധാരണ വീട്ടിലത് അങ്ങനെ കയറ്റാൻ പറ്റുന്ന പത്രമായിരുന്നില്ല. കാരണം ഒക്കെ അന്നത്തെ കാലത്തെ തൂങ്ങിയ വർണ്ണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പത്രമായി. പക്ഷെ ആ പത്രത്തിൽ ഏറ്റവും എല്ലാവരെയും ആകർഷിച്ചത് കാർട്ടൂണായി. ആ കാർട്ടൂണിസ്റ്റ് ഒരു PK മന്ത്രി, അത് തൂലിയാനാമാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, സർക്കാർ അധ്യാപകനായിരുന്നു. അപ്പോൾ സർക്കാർ അധ്യാപകർ ഇതിന് പുറത്ത് പാരിതോഷികം വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം. ഈ മന്ത്രി അത് ലംഘിച്ചുകൊണ്ട് ഈ തനിനിറത്തിൽ സ്ഥിരം കാർട്ടൂൺ വരയ്ക്കും. ഇത് കംപ്ലൈൻ്റായി. അപ്പം അന്ന് CH ആണ് വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ CH നോക്കുമ്പോൾ റൂള് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ചെയ്ത തെറ്റാണ്. ഈ മന്ത്രിയുടെ പേര് വേറെയാണ്, ഈ മന്ത്രി എന്നുള്ള തൂലികാനാമായി. ഏതായാലും മന്ത്രിയെ പുറത്താക്കി സർവീസിൽ നിന്ന്. ആ ദേഷ്യം മുഴുവൻ തീർത്ത് ആ സമയത്താണ് MESൻ്റെ രൂപീകരണമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ഈ തനിനിറം പത്രത്തിൽ എന്നും കാർട്ടൂണ്, ഒരു ഭാഗത്ത് വാഫക്കി തങ്ങളും മറുഭാഗത്ത് PK ഗഫൂർ സാഹിബ് എന്നൊക്കെ ആ കാലത്ത്. അതായത് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഓർമ്മയുണ്ട് ആ കാർട്ടൂണുകൾ. അന്ന് കാർട്ടൂണുകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളും മറ്റും ഏറ്റുവാങ്ങിക്കൊണ്ടാണെങ്കിലും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് PK ഗഫൂർ സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ജാതി മത വ്യത്യാസം കൂടാതെ, പാർട്ടി വ്യത്യാസം കൂടാതെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഞാൻ PK ഗഫൂർ സാഹിബുമായിട്ട് ആകെ ഒരിക്കൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് അവസാനമായിട്ടും കണ്ടു. അന്ന് വളാഞ്ചേരിയിലെ MES കോളേജിൻ്റെ തറക്കല്ലിട്ടതിൻ്റെ പിതാവാണ്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി. അന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. അന്നത്തെ ഈ കാസ്റ്റിംഗ് വോട്ട് മന്ത്രിസഭയുടെ കാലം, 80 ദിവസത്തെ ഗവൺമെൻറ്. അപ്പോൾ അന്ന് പ്രതിപക്ഷമാണെങ്കിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ ഇവിടെ കണ്ടാലും കരിങ്കുടിയും ബഹളമൊക്കെയാണ്. അങ്ങനത്തെ അന്തരീക്ഷത്തിലാണ് ഈ കോളേജിൻ്റെ തറക്കല്ലിടുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് PK ഗഫൂർ സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്പോൾ തറക്കല്ലിട്ട ഒരു ഭാഗത്തും യോഗം വേറെ ഭാഗത്തുമാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് എൻ്റെ കൂടെ കാറിൽ കയറിക്കോ, അല്ലെങ്കിൽ ഈ ബഹളത്തിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് യോഗ സ്ഥലത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളുടെ കാറിൽ കയറി. അപ്പോൾ ഞാനും ആ കാറിലുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ MLA കൊരമ്പയിൽ അഹമ്മദാജി. ഞങ്ങൾ ഇത്രയും പേരാണ് ആ കാറിൽ സഞ്ചരിച്ചത്. അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളെ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് അന്ന് മുന്നേറാൻ MESന് കഴിഞ്ഞു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞല്ലോ, പല കാര്യങ്ങളിലും തൻ്റേതായിട്ട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് MES അതിൻ്റെ അതാണ് അധ്യക്ഷൻ ഇവിടെ പറഞ്ഞത്. MESനെ സംബന്ധിച്ച് വിവാദ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുക, ആ ഒരു ശൈലി സ്വീകരിച്ചതുകൊണ്ട് വലിയ എതിർപ്പൊന്നും കൂടാതെ, ഏറ്റുമുട്ടലൊന്നും കൂടാതെ MESന് നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നു.
ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കൊറോണ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തും എല്ലാം ഓരോ പോലീസുകാരും മനസ്സർപ്പിച്ച് ചെയ്ത പ്രവൃത്തിയുടെ ഒരു പുരസ്കാരമായിട്ടാണ് കരുതുന്നത്. ഓരോ വീടുകളിലും ചെല്ലുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭക്ഷണമായാലും മരുന്നുകൾ എന്തായാലും എന്താണ് നൽകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് നൽകാൻ കഴിഞ്ഞത് പ്രളയത്തിലും മറ്റും ഒരേ മനസ്സോട് കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാലും കേരള പോലീസിന് അഭിമാനമായിട്ട് കരുതുന്നു. ഈ മാറിയൊരു സാഹചര്യത്തിൽ, അതായത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേരള പോലീസിനെ അപേക്ഷിച്ച് ഇപ്പം പ്രതിസന്ധി ഘട്ടമാണ്. സോഷ്യൽ മീഡിയയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ജനങ്ങൾക്ക് പൊതുവെ എതിർപ്പുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഇനിയും പോലീസ് അവരുടെ ഡ്യൂട്ടി തന്നെ ചെയ്യുകയും നിങ്ങളുടെ ഇതുപോലുള്ള പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും MES കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് MES. ഇന്ന് ഏതാണ്ട് 150-ലധികം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ MES-നായിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നിലപാടുകളാണ്, വളരെ ശ്രദ്ധേയമായ നിലപാടുകളാണ് അതിൻ്റെ പ്രസിഡന്റ് നേരത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിദ്യാഭ്യാസം ഒരു കാലത്ത് വലിയൊരു വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടതാണ്. ആ നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം ഏതൊരു സാധാരണക്കാരനും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ കേരളത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അഭിമാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നത്. നമ്മുടെ ഈ നാട് ഇന്ന് മറ്റുള്ളവർക്ക് പഠിക്കുവാൻ ഒരു റഫറൻസ് സ്റ്റേറ്റാണ്. അത് പല കാര്യത്തിലും ഏത് പ്രതിസന്ധി വന്നാലും, ഇനി കോവിഡ് ആവട്ടെ, ഇനി പ്രളയമാവട്ടെ, എന്ത് വന്നാലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതിൻ്റെ കാരണം എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ ഈ കേരളത്തിലെ മനുഷ്യർ ഏത് കാര്യത്തിലും ഒരുപോലെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. അവിടെയെല്ലാം ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു ഈ വർത്തമാനകാലത്ത് എന്നുള്ളത് നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഉദ്ഘാടകനും അധ്യക്ഷനും അത് സൂചിപ്പിച്ചതാണ്. സൗഹൃദങ്ങൾ രൂപീകരിക്കുമ്പോൾ പോലും അതിൽ ജാതിയോ മതമോ ഒന്നും ഒരു കാലത്ത് പരിഗണിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുമ്പോൾ പോലും എൻ്റെ ആൾ ആരാണ്, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് എന്ന ചിന്തയിലേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല മലയാളി. ഞാൻ നമ്മുടെ സാഹിബിനോട് പറയായിരുന്നു, മുൻപാണെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കണം, നല്ല വസ്ത്രം ലഭിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കണം, ഒട്ടേറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ. ഇപ്പം ബഹുഭൂരിപക്ഷത്തിനും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ അവസാനിച്ചു. ഇപ്പോൾ പുതിയൊരു ചിന്തയാണ്, അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ചിന്തയാണ്. മറ്റെന്തിനേക്കാളും, ഇനി നിപ്പയേക്കാളും കോവിഡിനേക്കാളും, ഞാൻ നോക്കിയപ്പോൾ കോവിഡ് വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്, മരണപ്പെട്ടിട്ടുള്ളത് വർഗീയ കലാപങ്ങളിലൂടെയാണ്. MES പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് പുരസ്കാരം പ്രതീക്ഷിച്ചതല്ല. ചിലപ്പോൾ ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും പുണ്യപ്രവൃത്തി അർഹപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കണം. അതുകൊണ്ടായിരിക്കും MES നിന്നും ഇങ്ങനൊരു പ്രതീക്ഷിക്കാതൊരു പുരസ്കാരം കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നു. വടകരയിൽ ഞങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ വിശപ്പ് രഹിത നഗരം എന്ന പേരിൽ ഒരു ഫ്രീസർ സംഘടിപ്പിക്കുകയും, ഫുഡ് ഫ്രീസർ, അത് ഇന്നും 60-75ഓളം പേർക്ക് ഒരു ദിവസം പോലും തെറ്റാതെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ അർഹതപ്പെട്ടവർക്ക് എത്തിക്കണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങൾ കിട്ടിയത് എന്ന് പ്രതീക്ഷിക്കുന്നു. MES-നും അതിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അദ്ദേഹത്തെ കൊണ്ടാണ് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ നമുക്ക് നല്ലൊരു കൈയ്യോട് തന്നെ ആ ഒരു മുഹൂർത്തം സാക്ഷി നിൽക്കാം. ലൈഫ് നമ്പർ കൂത്തുപറമ്പ് സ്വദേശിയുമായ ഇദ്ദേഹം MBSc മുൻകാല പ്രവർത്തകർ. ലൈഫ് നമ്പർ കൂത്തുപറമ്പ് സ്വദേശിയുമായ ഇദ്ദേഹം MBSc മുൻകാല പ്രവർത്തകർ അദ്ദേഹത്തെ സാധാരണ ചെയ്യുന്നു. സ്വാഗതം ചെയ്യാം. MBSc മുൻകാല പ്രവർത്തകരായ MBSc വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തെ കൊണ്ടാടി ജീവിക്കുന്ന ഈ ചടങ്ങ് കൈകൊള്ളുന്ന സ്വാഗതം ചെയ്യാം. SKP അഹമ്മദ് പുരി. MES കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് നൽകിയ സംഭാവന നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക മേഖലകളിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് MES. MESൽ ഉത്തരവാദിത്വമേറുകയാണ്. കേരളം പോലെ മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ഈ നാട്ടിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ MESൽ ഉത്തരവാദിത്വമേറുകയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ MES വരുമെന്ന പ്രതീക്ഷയിൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ MESുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ MES ബന്ധമുണ്ട്. എൻ്റെ വൈഫ് പഠിച്ചത് മമ്പാട് MES കോളേജിൻ്റെ പ്രൊഡക്റ്റാണ്. എൻ്റെ മകൻ 10ാം തരം ചെയ്യുന്നത് ചാത്തമംഗലം രാജാസ് റെസിഡൻഷ്യൽ ഹൈസ്കൂളിൽ നിന്നാണ്. എൻ്റെ മകളിപ്പോൾ BR കഴിഞ്ഞ് പുറത്തിറങ്ങിയത് MES കോഴിക്കോട് കോളേജ് ഓഫ് ആർക്കിടെക്ചർ. ഞാൻ മാത്രമേ MES അല്ലാതായി പറ്റൂ. അതുകൊണ്ട് കുടുംബം MES ആണ് എന്നുള്ളൊരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഞാൻ ക്ഷണിച്ച ഹാരിസ് ടീം, അതുപോലെ തന്നെ അഷ്റഫൊക്കെ നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. ഒരു കാര്യം പരാമർശിക്കുവാൻ ഗഫൂർ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ സൂചിപ്പിക്കണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. അദ്ദേഹം പോയി. MES കേരളത്തിലെ വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം. ഒരുപാട് 10-28ഓളം ഡിഗ്രി കോളേജുകളും 8ഓളം പ്രൊഫഷണൽ കോളേജുകളും ഒരുപാട് ഹൈസ്കൂളുകളും CBSE സ്കൂളുകളൊക്കെ ഉള്ള ഒരു വലിയൊരു ക്യാമ്പസ്. കോവിഡ് സമിതി എന്നെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുക എന്നതാണ്. നാം ഇന്ന് കാണുന്ന MESൻ്റെ ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചേർന്നതിന് പിന്നിൽ ത്യാഗോജ്വലമായ ഒരു ചരിത്രമുണ്ട്. ആ ചില പഴയ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് കാണുന്ന MESൻ്റെ ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചേർന്നതിന് പിന്നിൽ പഴയ മഹാരഥന്മാർ വളരെയധികം ത്യാഗവും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1970 MES കണ്ണൂരിൽ സ്ഥാപിച്ചെന്നും
അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്കിലും അന്ന് എനിക്ക് 8 വയസ്സായി കാണും. എൻ്റെ ഉപ്പ NN ഖാലിദ് ഹാജി. ഉപ്പയുടെ നിഴലായി ജീവിച്ച എനിക്ക് അന്നത്തെ നേതാക്കളുമായി പരിചയവും പലരോടും സംസാരിക്കാൻ അവസരവും കിട്ടിയിരുന്നു. MESൻ്റെ ശൈശവഘട്ടത്തിൽ അന്നത്തെ നേതാക്കളും പ്രവർത്തകരും നേരിടേണ്ടി വന്ന എതിർപ്പുകളും യാതനകളും ഇന്നത്തെ തലമുറക്കായി ഞാൻ അല്പം പറയാം. MES സ്ഥാപിക്കുന്നതിൽ ഡോക്ടർ ഗഫൂർ സാഹിബിനൊപ്പം പ്രവർത്തിച്ച ഡോക്ടർ MA അബ്ദുള്ള, ഡോക്ടർ K മുഹമ്മദ് കുട്ടി എന്നിവരിൽ ഡോക്ടർ K മുഹമ്മദ് കുട്ടി എൻ്റെ ബന്ധു കൂടിയാണ്. മരിക്കുന്നതിന് അല്പം മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് MES സ്ഥാപിച്ച കാലഘട്ടങ്ങളിൽ അവർ ഞായറാഴ്ചകളിൽ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കാനായി കുന്നും മലയും കാടും താണ്ടി ഒരുപാട് ദൂരം നടന്നു. അങ്ങനെ പല ദൂരദിക്കുകളും എത്തി ചികിത്സിക്കുകയായിരുന്നു MESൻ്റെ അന്നത്തെ സേവന മാർഗം എന്നുള്ളതാണ്. Kare